ഇയാൾ ആരുമില്ലാത്ത സമയത്ത് ഒരു വീട്ടിൽ വന്ന് കയറുന്നു. അവിടെ ഉണ്ടായിരുന്ന കൊച്ചുകുട്ടി അപരിചിതനായ ഒരാൾ വീട്ടിൽ കയറിയിട്ടും ബഹളം ഉണ്ടാക്കാതെ ഒരു ബണ്ണെടുത്ത് ഒരു സ്ഥലത്ത് വന്നിരുന്ന് കഴിക്കുന്നു. അയാൾ കുട്ടിയോട് അമ്മയുടെ സ്വർണ്ണമെല്ലാം എവിടെയാണ് ഇരിക്കുന്നതെന്ന് ചോദിക്കുന്നു. പക്ഷെ അവൾ അത് കേട്ടതായി പോലും ഭാവിക്കുന്നില്ല. അപ്പോഴാണ് അയാൾക്ക് ആ കുട്ടിക്ക് കണ്ണു കാണാനും ചെവി കേൾക്കാനും സംസാരിക്കാനും കഴിയില്ലെന്ന് മനസ്സിലാവുന്നത്. ആക്ച്വലി ഇയാൾക്കൊപ്പമാണ് ഈ കുട്ടിയുടെ അമ്മ വർക്ക് ചെയ്തിരുന്നത്. ഒരു ദിവസം അവൾ മരിച്ചെന്നറിഞ്ഞ് ഇയാൾ വന്ന് നോക്കുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഓഫീസർ പറഞ്ഞാണ് അവൾക്ക് 7 വയസ്സുള്ള ഒരു മകൾ മാത്രമാണുള്ളതെന്ന് മനസ്സിലാവുന്നത്. ആ ലേഡി ഇയാൾക്ക് ഒത്തിരി കാശ് കൊടുക്കാനുണ്ട്. അത് തിരികെ കിട്ടുന്നതിനായി അവരുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്നറിയാനാണ് ഇയാൾ ഇവിടെ വന്നത്. ഇപ്പോൾ ഈ കുട്ടിയുടെ അവസ്ഥ കണ്ടയാൾ ആ ലേഡിയുടെ ഫോണിലെ കോൺടാക്ട് നോക്കി അവരുടെ ഹസ്ബൻഡിന് കോൾ ചെയ്യുന്നു. പക്ഷെ ഇനി ഇക്കാര്യം പറഞ്ഞ് എന്നെ വിളിക്കരുതെന്ന് പറഞ്ഞ് അയാൾ കോൾ കട്ട് ചെയ്യുന്നു. ഈ കുട്ടിക്ക് തന്റെ അമ്മ മരിച്ചതറിയില്ല. ഇവന്റെ അടുത്ത് നിന്ന് സിഗരറ്റിന്റെ സ്മെല്ല് വന്നതും അമ്മയാണെന്ന് അവൾ വിചാരിക്കുന്നു. പക്ഷെ ഇവനെ തൊട്ട് നോക്കി അമ്മയല്ലെന്ന് അറിഞ്ഞതും പേടിക്കുന്നു. സ്വന്തം എന്ന് പറയാൻ ആരുമില്ലാതിരുന്നവൻ അവളെ വളർത്താൻ തീരുമാനിക്കുന്നു. ആദ്യം അവനെ പേടിച്ചിരുന്ന ആ കുട്ടി പതിയെ അവനുമായി അടുക്കുന്നു. ഒരു ദിവസം അവളെ പോലെയുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന സ്കൂളിൽ അവളെ ചേർക്കാനായി കൊണ്ടുവരുന്നു. പക്ഷെ അവളെ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് അവർ പറയുന്നു. അങ്ങനെ അവൻ തന്നെ കുറച്ച് ലെറ്റേഴ്സ് വാങ്ങിക്കൊണ്ടുവന്ന് അവളെ പഠിപ്പിക്കാൻ തുടങ്ങുന്നു. പക്ഷെ ഒരു ദിവസം തന്റെ ഒപ്പം നടന്നാൽ അവളുടെ ജീവിതം സേഫ് ആയിരിക്കില്ലെന്ന് വിചാരിച്ചവൻ അവളെ ഒരു ഓർഫനേജിൽ ചേർക്കാനായി വരുന്നു. പക്ഷെ അവൻ അടുത്തില്ലെന്നറിഞ്ഞപ്പോൾ അവൾ ഭയങ്കരമായി കരയുന്നു. തങ്ങൾക്ക് പരസ്പരം പിരിയാൻ സാധിക്കില്ലെന്ന് മനസ്സിലാക്കിയവൻ അവളുടെ അടുത്തേക്ക് തന്നെ വരുന്നു. അപ്പോൾ അവൾ അവനെ തന്റെ അച്ഛനാണെന്ന് പറയുന്നു.